നല്ല ചൂടുണ്ട്, ആവി വറക്കാൻ കൊടുക്കും. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. മുള്ളൊക്കെ പറഞ്ഞു വരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു ഗ്രില്ലിംഗ് പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഇപ്പോൾ സമയം എത്രയായിട്ടുണ്ടാവും? ഒരു 9 മണി 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോഴാണ് ചെയ്യുന്നത്. കുറേ നേരമായി പ്ലാനിങ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫിഷ് ഗ്രില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇതിലൊന്ന് കനൽ പിടിപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. അതൊന്ന് കനലായി കിട്ടണമല്ലോ. അപ്പം ഇനി എപ്പോൾ കനലാവും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള ചിരട്ട. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് അട്ടപ്പാടിക്കാരനും കൂടിയുണ്ട് അല്ലേ? എൻ്റെ ചേട്ടനുണ്ട് ഗൈസ്, കസിൻ ചേട്ടൻ. അപ്പോൾ പുറകിൽ കണ്ണൻ ചേട്ടായിയും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി, അമ്മയുണ്ട് കേട്ടോ കൂട്ടിന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ്. അച്ഛനുണ്ട് കേട്ടോ, അച്ഛ അകത്ത് കിടക്കുകയെന്നുള്ളൂ. ഞങ്ങൾക്ക് റെസിപ്പി മാനൊക്കെ അച്ഛയാണ്. അച്ഛയും അമ്മയും ഞാനും പാച്ചനും ചേട്ടായി അച്ഛമ്മ എല്ലാവരും കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. അച്ഛമ്മ അകത്ത് കിടക്കുവാണ്, എന്നാലും അച്ഛമ്മ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കനൽ കത്തിക്കണം. അപ്പം അതിനായിട്ട് നമ്മളിത് ചിരട്ടയിൽ തിരി ഇട്ടേക്കുവാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് കത്തിച്ചിട്ട് ഇവിടെ വെച്ച് കനലാക്കി എടുക്കും അല്ലേ? കനലാക്കും. അപ്പോൾ ഗൈസ് നമുക്കിനി കല്ല് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ചാര എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നല്ലോണം മഴ പെയ്ത് കിടക്കുകയാണ്. മഴ പെയ്തേക്കണ കാരണം നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ചൂടും വേണം. ഇത് കത്തണമെങ്കിൽ പെട്ടെന്ന് നനഞ്ഞ് കിടക്കുന്ന കാരണം കത്തില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചാര ഇടണം. അപ്പോൾ ചാര ഇടാൻ മതി. ഞാൻ പിടിക്കാൻ എനിക്ക് നമുക്ക് ചാര ഇട്ട് കൊടുക്കാം ഗൈസ്. ഇല്ലെങ്കിൽ കനൽ കത്തില്ല, കിട്ടുപോകും. ഇതിനകത്ത് മുട്ടത്തൊണ്ടും പലതരം സാധന സാമഗ്രികളുമുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ചാരപാത്രമല്ലേ? അതെ. അമ്മ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കലക്കി ചെടിക്ക് കൊഴിച്ചു കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് മുട്ടത്തൊണ്ടൊന്നല്ല, പഴത്തൊലി പോരാ കേസ്. അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അടുപ്പിൽ നിന്നുള്ള ചാരം മൊത്തത്തിൽ വാരിയിടും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കനലിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഗൈസ് നമുക്കിതിലേക്ക് തീ പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടയിൽ തിരി ഇട്ടേക്കാണ്. സാധാരണ എല്ലാവരും കർപ്പൂരം വെച്ച് കത്തിക്കും. ഇപ്പോൾ കർപ്പൂരം ഇല്ല, നമ്മൾ തിരിയിട്ടാണ് കത്തിക്കുന്നത്. അല്ലേലും അമ്മ ഇങ്ങനെയൊക്കെയാണ് കത്തിക്കുന്നത് അല്ലേ അമ്മ? അപ്പോൾ നമുക്കിന്ന് കത്തിച്ചു കൊടുക്കാം. പുഷ്പാഞ്ജലി ഇവിടെ വയ്ക്കാല്ലേ? നിങ്ങൾക്ക് അടുത്ത സംഭവങ്ങൾ ചിരട്ട അതിൻ്റെ പൊക്കത്തേക്ക് ഉണ്ടല്ലോ, കത്തുപിടിയിട്ട് അതിനകത്ത് വിറക് വെക്കണം. ഇതിന് കനലാവണം, വിറകെടുക്കണം ഗൈസ്. ഇതൊന്ന് കത്തി ഒരു ജസ്റ്റ് ചിരട്ടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ആവട്ടെ. അപ്പത്തേക്ക് നമുക്ക് വിറക് അടുത്ത ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതിൽ മല്ലിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതൊക്കെ അമ്മ ഒന്ന് പേസ്റ്റ് ആയി കൊടുത്തരും. ഇതൊക്കെ ആവശ്യമനുസരിച്ച് അമ്മ എടുത്തോളൂ, എനിക്കറിയില്ല. അപ്പം ഇന്നാ പേസ്റ്റ് ആക്കിട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം നൈസായിട്ടൊന്ന് കത്തി അത്രക്കില്ല. നമുക്കിനി അടുത്തത് ഒരെണ്ണം കൂടി വരഞ്ഞു കൊടുക്കാം. ഞാൻ ഇനി ബാക്കിയെല്ലാം ഒന്നും വരഞ്ഞിട്ട് വരാം. നമുക്ക് ഈ മീൻ മൊത്തം വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പുറം വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് മഞ്ഞപ്പൊടി എടുത്തിടാം. അയ്യോ എല്ലാം കൂടി വീണ്. മഞ്ഞപ്പൊടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ്. ഇത് ഫിഷ് മസാലയാണ്. പിന്നെ അതിനിടയ്ക്ക് ഉപ്പുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ കുടഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ലാസ്റ്റായിട്ട് മുളക് പൊടി.
എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി അരച്ചാണ് ഇതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ, അതിന് മുമ്പ് നമുക്കൊന്ന് ഇളക്കാം ഗൈസ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ മീനിലേട്ടൊന്ന് വരഞ്ഞതിലേക്കൊക്കെ മൊത്തം ഒന്ന് പിടിപ്പിക്കണം. അതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എൻ്റെ കുഞ്ഞു ഭരണിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇത് ചൂട് വെച്ചെടുക്കാം. കുറച്ച് ലൂസാകാൻ വേണ്ടി എണ്ണ ഒഴിച്ചു. ഇതൊക്കെ സൈഡിൽ നിന്നൊക്കെ എടുക്കാട്ടാൻ കുഴച്ചപ്പോൾ എല്ലാം കുഴഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ മല്ലിച്ചപ്പ് ഒന്ന് അരിയെടുക്കാം കേട്ടോ. കുനുകുനാം അരിഞ്ഞെടുക്കാം. പോമ്മ എനിക്കറിയാം. യെസ് യെസ് യെസ്. അച്ഛ വിളിക്കുന്നുണ്ട് കേസ്. എന്നാ അച്ഛ? ആ എന്തിനാ ഗൈസ്? എന്നെ ഇത് ചെയ്യിപ്പിക്കുന്ന അടുക്കളയിലുള്ള പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെയല്ല. നമുക്ക് മുളകും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഗൈസ്. പോ അമ്മ, എനിക്കറിയാം. ചേടാ മുളകൊന്ന് നമുക്ക് നടുവേ കീറിയെടുക്കാം. അത് ഇങ്ങനെ കീറാം. നമുക്കിതൊന്ന് കീറിയെടുക്കാം. അയ്യോ, ഇത് പകുതി മുക്കാലും കീറാൻ അറിയത്തില്ല കേട്ടോ. മുളക് കീറാൻ എനിക്കറിയില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാ അങ്ങനെ വട്ടത്തിൽ കീറുന്നത്. ഇത് കുഞ്ഞു മുളക്. ബജ്ജി മുളക് കീറാൻ എനിക്കറിയാം. ഇത് ചെറിയ മുളക് ഗൈസ്. ഇതൊന്ന് കീറി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. മതി. ഇതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. എനിക്കറിയാം. കൂടെ ആൾക്കാരൊന്നുമില്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആള്. മീനിൽ മസാല പുരട്ടിയാലും ഇത്ര കാര്യം. ഇത്രയും പൊക്കണ്ട, ഇത്രയും പൊക്കണ്ട. ഇച്ചിരി താത്തിപ്പ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റാക്കിയത്. എന്റെ ബാലഗോപാൽ തേച്ചൊരച്ച് കുളിപ്പിക്കുക. മുള്ളൊക്കെ കൊള്ളു കുറച്ച് പഠിപ്പിച്ച് പറയുന്നു. തിരിച്ചിട്ട് തേക്കൂ. തിരിച്ചിട്ട് തേക്കാം. ഒരു മിനിറ്റ്. കുട്ടി തിരിച്ചിട്ട് തേക്കൂ. അതിനെ പൊന്തുന്നുണ്ടോ? അറിയാം. അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഞങ്ങൾ പണി തന്നേനല്ലേ. ഏതാണ്ട് തീ കിടന്ന് കത്തുന്നുണ്ടോ? ആ തീ അതിനിടക്ക് അവിടെ കത്തണുണ്ട്. ഇത് നിങ്ങളുടെ കേറണില്ലല്ലോ. അമ്മ എന്നിട്ട് ഇത്രയും വലിയ മീൻ വറുത്തെടുത്തിട്ടുണ്ടോ? ഞാൻ ഇത്ര വലിയ മീൻ വറുത്തൊന്നും എടുത്തിട്ടില്ല. സത്യമായിട്ട് ചെയ്തിട്ടില്ല. സത്യമായ കാര്യം. ഞങ്ങൾ പണ്ടുണ്ടോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ തന്നെ. ഇതുപോലെ കേരമീൻ മേടിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ വെന്തില്ല ഗൈസ്. എന്ത് എങ്ങനെ? ആ അമ്മ ഉണ്ടായിരുന്നു ഇടക്ക് ഗൈസ്. ന്യൂ ഇയറിന് അല്ല, എന്നിട്ട് ഞങ്ങൾ പകുതി മുറിച്ചിട്ട് പാനിലിട്ടിട്ട് വറുത്തിട്ട് കറിയൊക്കെ വെച്ച് കഴിച്ചത്. വെന്തില്ല, മീൻ വെന്തില്ല. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നേ? വയറിൽ മസാല തേക്കൂ. എവിടെ? നിന്റെ കൈ അങ്ങ് കയറി പൊക്കോളൂ.
നീ കയറി പോണ്ട. നീ കയറണ്ട. ഞാൻ മീനിന്റെ ഇതെന്ത് അനാക്കോണ്ടയുടെ വായിന്റെ പല്ലോ. കയറോടി, ശരിക്കും കൈ കയറോടി. മസാല ഇട്ട് തിരുമ്പ് ശരിക്കും. വളയിങ്ങ മാറ്റ്, ഡിസ്കോ ഡിസ്കോ. വളയിങ്ങ മാറ്റ്. എടാ വളയിങ്ങ കയറ്റ്. നാളെ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇവിടെയൊക്കെ ചുമന്നിരിക്കുന്നു എരിഞ്ഞിട്ട്. എന്തോ മുള്ളുണ്ടീക്കൂ ഈ കോബ്ര ഫിഷ്. കൈ ഇതിന്റെ വായിലൊക്കെ കേറുന്നുണ്ടോ? ഞാൻ ഇത് പകുതി ഇതിന്റെ വായിലിട്ടിട്ട് പകുതി പുറത്തെടുക്കുക ഗൈസ്. അപ്പോൾ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മീനെ. അപ്പം ഇതിൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ കയറ്റണം. അതിനായിട്ട് നമ്മുടെ സബോള, തക്കാളി എന്നിവയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. ചത്ത മീൻ നമുക്ക് തിന്നാൻ ഭക്ഷണം കൊടുക്കുകയാണ്. മല്ലിയില, 2 മുളകും ഉണ്ട്, അതും കൂടെ നമുക്ക് കയറ്റി വയ്ക്കാം. എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാം. സബോള, തക്കാളി എന്നിവയൊക്കെ കയറ്റി വെക്കാം. ഞാൻ ചെയ്യുമ്പോൾ മീൻ ചാടി പുറത്തേക്ക് പോവാണ്. ഇത് വാ ഉണ്ടോ? വായൻ്റെ ഉള്ളിൽ മൊത്തം ഞാൻ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. അത് പുരട്ടി അതേ വാഴയിലെ തന്നെ നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവർ ചെയ്തു തന്നു, കാരണം ഞാൻ ചെയ്ത വാഴയില പൊട്ടിപ്പോവും. അപ്പം നമുക്കിനി ഇതിൽ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞ് കൊടുക്കുക, നല്ലോണം പൊതിയണം. പോരെ, നമുക്കിത് അപ്പുറത്തും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം ഗൈസ്. നമ്മുടെ മീൻ നമ്മൾ മൊത്തത്തിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് കനലിൽ വെച്ച് ചുട്ടെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ മീനിനെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കനലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് അടച്ചു. നമ്മുടെ ഫിഷ് പൊള്ളിക്കൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ വശം ഒന്ന് ആവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മറച്ച് വയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. നമ്മൾ തീയൊക്കെ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ടുണ്ട്. ഇതാവട്ടെ ഗൈസ്. ഇവിടെ മഴ പെയ്യുകയാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിന് എടുത്തു വെച്ചാൽ എന്നാലും ഇച്ചിരി നനഞ്ഞിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്കിത് തുറന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. ഇത് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ വാഴയിലേക്ക് പുറത്ത് വന്നു കേട്ടോ. അപ്പം നമുക്കിനി ഇത് നേരെ ഒന്ന് പൊളിച്ച് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. നമുക്കിന്ന് പൊളിക്കാം. ഞാൻ പൊളിച്ചു കൊടുക്കാം. പൊളിച്ചു ഇവിടെ കട്ട് ചെയ്യാം ഗൈസ്. എന്താ മണമൊക്കെ വരുന്നുണ്ട്? മണം വരുന്നുണ്ട്, ഞാൻ കേട്ടാ പറയാം. നമുക്ക് ഇതുകൂടി അങ്ങ് മുറിച്ചെടുക്കാം ഗൈസ്. ഇതേ പുക വരുന്നുണ്ടോ? വെന്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? വെന്തിട്ടുണ്ടായില്ലേ? 1.5 മണിക്കൂർ. ഇത്ര നേരം ഇരുന്നിട്ടുണ്ട്. ഇപ്പം സമയം എത്രയായി? ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അമ്മ ഇവിടെ നിന്ന് തക്കാളി സബോളയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കുഴപ്പമില്ല. ഇതിവിടെ ഇലയുടെ അത് കുഴപ്പമില്ല, എടുക്കുമ്പോൾ അങ്ങ് കളയാം. നമുക്ക് ഇച്ചിരി നാരങ്ങ കൂടി പിഴിഞ്ഞ് ഒഴിക്കാം. ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. മീൻ ഗ്രില്ലഡാണ്, സോറി പൊള്ളിച്ചതാണ് എൻ്റെ വായി വരുന്നത്. അപ്പം നമുക്ക് കൃഷിക്കാരനെ തന്നെ ഇത് ആദ്യം കൊണ്ട് കൊടുക്കാം അല്ലേ? നിങ്ങൾ കൃഷിക്കാരനെ എടുത്ത് ചെല്ലട്ടെ. ഇവിടെ കൃഷിക്കാരന് നമുക്ക് ആദ്യം കൊടുക്കാം.
ചൂടുണ്ടെന്ന് തോന്നുന്നു. ആ ഉള്ളിന്ന് എടുത്ത് നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സെറ്റാണല്ലേ? ഇത്ര എടുത്ത് കഴിക്ക്. സൂപ്പർ റെസിപ്പി മാൻ. അപ്പൊ ഇനി ഓരോരുത്തർക്കായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. വാ നമുക്ക് അടുത്തായിട്ട് പാച്ചിലാണ് ടേസ്റ്റിംഗ്. ഞാൻ ഓർത്തല്ല അന്തസ്സായിട്ട് കൊള്ളത്തില്ല. കൊള്ളാവോ? സത്യം അല്ലേ? ഇനി അമ്മ കഴിക്ക. പിടിച്ചേ. കടിക്കണ മീനാണോന്നാ? എന്തേ വേറൊരാൾക്ക് കൊടുക്ക. നമ്മള് ക്യാമറമാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അമ്മ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കണം. പൊളിച്ചങ്ങോട്ട് എടുക്ക്. സോഫ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അമ്മ റിലേ പോയിരിക്കുക. അതല്ല, എനിക്ക് സാധനം വെച്ചപ്പോ ഒരു പേടിയായിരുന്നു. എന്ത് നമ്മള് വ്യത്യാസമാവോ, ചുമ്മാ ക്യാമറയുടെ ഇത് എന്തെങ്കിലും പറയാം. പക്ഷെ നല്ല ടേസ്റ്റ്. മല്ലിയില വയറ്റി കുത്തി വെച്ചാൽ നല്ല അല്ലേ? നന്നായിട്ട് മല്ലിയില വയറ്റി കുത്തി വെച്ചത്. അപ്പൊ ഇതിനകത്തൊന്ന് കൊറേ സാധനം ഉള്ളി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഓപ്പറേഷൻ ചെയ്തെടുക്കണം. അപ്പൊ പൊളിച്ച് കാണിച്ചു കൊടുക്കും. ഞാൻ സ്പൂൺ എടുത്തിട്ട് വരാം ഗൈസ്. പൊളിക്കുകയാണ് ഗൈസ്. സൗണ്ട് കേട്ടോ പൊളിക്കുമ്പോ. നല്ല നെയ്യുണ്ട് ഗൈസ്. എന്താ? നല്ല നെയ്യ് പൊളിച്ചിറങ്ങി. നല്ല സോഫ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ശരിക്കും സെറ്റ്. എന്താ പറഞ്ഞേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. ബൈ.